ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വളരെ വേഗത്തിലും തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും പൂരി ആയാലും നൂൽപുട്ടായാലും പുട്ടായാലും ഒക്കെ ഇതിൽ കഴിക്കാൻ സാധിക്കും. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നാളികേരം ഒട്ടും ചേർക്കാത്തൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കറാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം. ഏതൊക്കെ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ്, സവോള, പച്ചമുളക് ഇവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ പാത്രം ചൂടായതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഒരു പച്ചമണം മാറുന്ന വരെ നന്നായി ഒരുപാട് വഴച്ചൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇത്തിരി നേരം ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളിത് ഈ കറിയിലേക്ക് വേണ്ട മറ്റുള്ള പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് കറിയാണ് വെക്കുന്നത്, അപ്പോൾ അതിലേക്കുള്ള പൊടികളുടെ അളവാണ് ഈ പറയുന്നത്. ഇനി കറി വലിയൊരു കറിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പൊടികളുടെ അളവും നമ്മൾക്ക് കൂട്ടി കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് നമ്മൾ 3 എണ്ണം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യാനുസരണം പിന്നീട് നമുക്ക് കുറവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. മസാല പാക്കറ്റ് കിട്ടില്ല, അങ്ങനെ പൊടിച്ചെടുത്തിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് വിസലിൻ്റെ അനുസരിച്ച് നന്നായി വെന്തോട്ടെ, ആ രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ 1 വിസിലോ 2 വിസിലോ അങ്ങനെയാണെങ്കിലും അടിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെന്തിട്ട് ഇറക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നാളികേരപ്പാലിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് മൈദ നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ട് അതിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം നന്നായിട്ട് കട്ട ഉടച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പൊടി നമ്മൾ കലക്കി ചേർത്ത് കൊടുക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ കറിക്ക് നല്ല കട്ടിയും നല്ല ടേസ്റ്റും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും നാളികേരം ചേർക്കാതെയുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലി ഇല കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി കാച്ചി ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ടാറ്റാ.